ഗ്യാങ് ആണോ ബിലാലെ? നിനക്ക് അടുത്തടുത്ത് കോച്ചിനെ 3 കിട്ടി വെയിറ്റ് ഇന്ന അടുത്തവന്മാരുടെ തൂക്ക വെയിറ്റ്. ഇതിനകത്ത് ജാക്ക് സ്പാരോ ആയിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നെന്ന് പറഞ്ഞാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ ചോദിച്ചു കോച്ച് 3 കിട്ടി. ആ 3 സീരിയൽ നമ്പർ ഉണ്ട്. മന്ദാരത്തിന് അയച്ചെടുത്തു. മെസ്സേജ് நான் நோட் பண்ணி வச்சிருக்கேன் ஏற்கனவே நோட்பாட்ல. മന്ദാരത്തിന് ഒന്ന് അയച്ചെടുത്തിട്ടുണ്ട്. അവന്റെ അടുത്ത് എല്ലാം കോപ്പി ചെയ്ത് അയച്ചു തരാൻ പറയാം. വെയിറ്റ് ബാക്കിയെല്ലാം എടുത്തിട്ട് അയക്കാം കോച്ച്. ബാക്കിയെല്ലാം അയച്ചിട്ട് ആ വണ്ടി ഇവിടെ എത്തിന്ന് പറഞ്ഞാണ് ഞങ്ങള് വന്നത്. നോക്കുമ്പോ ഇവിടെ മൊത്തം അടി ഗണ്ണെടുത്ത് അടിച്ചവരല്ലേ. ജാക്ക് സ്പാരോനെ അവനെ കിട്ടിയെന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് വന്ന പാടെ എന്നെ അടിച്ചിട്ട് ആരാണ്ട്. നമ്മളെ പിള്ളേരെ തല്ലേണ്ട ആവശ്യം അല്ല എന്നെ ആരടിച്ചിട്ട് ഇത് മാറി മാറി എന്തോ ഒരു സെക്കൻഡ് എടാ സെക്കൻഡ് നിന്നെ ആരാ അടിച്ചേ? എനിക്കറിഞ്ഞൂടാ. ജിഗ്രോ കണ്ട് നിന്നെ അടിച്ചു. അടിച്ചു അത് ഞാൻ വിട്ടു. നിങ്ങളുടെ സൈഡിൽ നമ്മള് വേറെ ആളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഹലോ ഹലോ ഈ മുടി വളർത്തിയവരോ? ഹലോ ഹലോ ഇവിടെ ഗണ്ണെടുത്തിരുന്ന എല്ലാരും ഇങ്ങോട്ടൊന്ന് ഹലോ ഇങ്ങോട്ടൊന്ന് ഇവന്നെ കൂടി വെക്കാം. ഒന്ന് കൈ വയ്ക്കാം. ഞാനൊരു അരമര എന്നെ ആദ്യമേ നിങ്ങളുടെ റെഡ് മുടി എന്നെ ബാക്കിൽ നിന്ന് തന്നെ അടിച്ചു. അതാണ് ഞാൻ നിങ്ങളുടെ കൂടുതൽ റെഡ് മുടി ആരാ? അതെ അതെ ഇവ എന്നെ അടിച്ചായിരുന്നു. എന്നെ ബാക്കിൽ നിന്ന് അടിച്ചായിരുന്നു. നമുക്ക് സീരിയൽ നമ്പർ വരെ നമുക്ക് എന്തിനാ 15 ചെയ്യാറ് കിട്ടി. 15 20 25 30ഓളായി. കൊള്ളാം. പറയട്ടെ നമ്മളിവിടെ നിക്കുവായിരുന്നു. അപ്പൊ ഒരാൾ വന്നിട്ട് പറഞ്ഞു ഇവിടെ വണ്ടി വേണം ദാ ഇപ്പൊ കൊണ്ടുവരുന്ന ജുഗുരു തൊട്ടപ്പുറത്തൊക്കെ ഉണ്ട്. ജുഗുരു അപ്പുറത്തൊക്കെ ഉണ്ട്. നീ ആന്ന് പറഞ്ഞാ ഞാൻ വണ്ടി എടുത്ത. എന്റെ അപ്പുറത്തെ ജുഗുരു ഉണ്ട്. നീ ജുഗുരുവിനെ ചോദിച്ചേക്ക്. ഇപ്പൊ തരാന്ന് പറഞ്ഞിട്ട് അവൻ എടുത്തോണ്ട് പോയേ. ഇല്ല ഞാൻ പറഞ്ഞില്ല. നീ ആന്നാ പറഞ്ഞ അത് ഞാൻ വിട്ടു. ഞാൻ ഇങ്ങോട്ട് നടന്നു വരുന്ന വഴി ആരാ ചുമലിട്ട് ആരാണ്ട് കയ്യില് ബോക്സിംഗ് ഗ്ലൗസ് ഒക്കെ ഉള്ള ആരാണ്ട്. ഇവനെ എടുത്തോണ്ട് പോയി. സംഭവം ഇവനാന്ന് നമുക്ക് അറിയത്തില്ല. ഇത് എടുത്തോണ്ട് പോയപ്പോ നമ്മൾ വണ്ടിയുടെ ടയർ അടിച്ചു പൊട്ടിച്ച്. അപ്പോഴാണ് ഞങ്ങള് കൂടെ കൊടുത്ത് ഞങ്ങളുടെ വണ്ടി എടുത്തോണ്ട് പോയി. അത് കഴിഞ്ഞിട്ട് അവിടെ ഫയർ ചെയ്തപ്പോ എല്ലാരെയും കൊല്ലുവേ കൊല്ലുവേ നിന്നെ. കൊള്ളത്തില്ല പേടിക്കണ്ട. ഇപ്പൊ തരാന്ന് പറഞ്ഞപ്പോ ഫയർ വീട്ടിലുള്ളത്തില്ലേ ഞാൻ എന്ത് ചെയ്യാനാ കണ്ടാരോ. നിങ്ങള് ബാക്കപ്പ് ഒന്ന് കുത്തിരുത്തി മുമ്പ് തന്നെ. ഓ പിന്നെ നമ്മൾ തമ്മിലല്ല അവര് വേറെ ഓരോ തരുന്നു നമ്മള് വേറെ ഓരോ തരുന്നു. രണ്ടും കൂടെ ആ ബോക്സിംഗ് ഗ്ലൗസ് നല്ല പിടുത്തോണ്ട മറ്റേ വലിയ ഷൂട്ട്. ബാക്കിൽ അടിയിട്ടപ്പോഴാണ് ഞാൻ തിരിച്ചടിച്ചത്. ഇത് ഡിഎല്ലാണ് ചോനമുടി. നിന്റെ കൂടെ വന്നപ്പോ ഡിഎൻഎ ഫസ്റ്റ് അടിച്ചേ. നീ മറ്റേ താടിക്കാരൻ കണ്ണു വീതോണ്ടിരിക്കില്ലായിരുന്നേ. ആ സമയത്ത് ഡിഎൻഎ അടിക്കണ്ടായിരുന്നേ. അതെനിക്കിട്ട് അടിച്ചപ്പോഴാണ് ഞാൻ തിരിച്ചടിച്ച്. അമ്പി അടയുന്നവര് മൊത്തം. ഇല്ല
ബാക്കിൽ വണ്ടി ഇടിച്ചപ്പോ തുറച്ചാന്നില്ലേ കറങ്ങി മിസ്അണ്ടർസ്റ്റാൻഡിങ് മുഴുവൻ നമ്മളെ തമ്മിലാണല്ലോ. ഇത് എന്തൊക്കെയാ ഇത്? ഇന്ന് വൈകിട്ട് അടിക്കണ മുമ്പ് ജസ്റ്റ് പേരൊക്കെ ചോദിച്ചിട്ട് അടിയടാ ഇനി ആദ്യം അടിച്ചത് തന്നെ എനിക്കൊരു അക്ഷരം മിണ്ടാനുള്ള അവസരം കിട്ടില്ല. നമ്മളല്ലടാ ആദ്യം അടിച്ചത്, നമ്മളല്ല ആദ്യം അടിച്ചത്, വേറെ ആരാണ് അടിച്ചത്. അവന്മാർ ആദ്യം അടിച്ചിട്ടില്ല. സ്നൈപ്പർ അവരടിച്ചിട്ടില്ല. അവരല്ല അടിച്ചത്. ഞാൻ ഗണ്ണ് പോലും എടുത്തിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ അവൻ അടിച്ച് കൊല്ലുന്ന കണ്ടപ്പോഴാണ് ഞങ്ങൾ ഗണ്ണെടുത്ത് അടിക്കുന്നത്. ഫസ്റ്റ് നമ്മളല്ല ഫയർ ചെയ്തത്. സത്യമായിട്ടോ ഞാൻ ഓൾറെഡി അടിക്കൂല. മോശം മാക്ക് വളരെ മോശം മാക്ക്. ഹലോ തമ്പി ഇവിടെ സോറി ജപ്പാൻ കൊഞ്ചം വാങ്ങ. അപ്പത്തേക്ക് എന്നെ ഏതോ ഒരു ഹെലിയേറ്റി കൊന്നല്ലേ. നിന്നെ അടിച്ചാരും ചോദിക്കണ്ടടാ. എന്നെ ആരും അടിച്ചില്ല, എന്നെ ഹെലിയേറ്റി കൊന്നു. അവനെ ചോദിക്കണ്ട അളിയാ, നീ ചോദിച്ചിട്ടോ. നമ്മ ഇവിടെ കാണുന്നില്ല. നീ ചോദിക്കണില്ല, നീ ചോദിക്കില്ല. ഇപ്പൊ നമ്മളെ അടിച്ചാരിക്കൊള്ളൂല്ലോ. എടാ മന്ദാരം, നീ എന്തിനാ അവന്മാരായിട്ട് ഡെയിലി വള്ളി പിടിക്കണം? എടാ അതിന് എന്തിന്റെ ആവശ്യമാണ് മന്ദാരം നിനക്കുള്ളത്? എന്തിന്റെ ആവശ്യമാണ് നിനക്കുള്ളത്? പറയടാ എന്തിന്റെ ആവശ്യമാണ് നിനക്കുള്ളത്? പറയടാ. എന്താടാ ആശ എന്താടാ പറഞ്ഞ? ആശ എന്താടാ ഇവിടെ? ഇവന്റെ ഇവിടെ കൊല്ലവനെ. ഹലോ